സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. ഈ കാര്യം വേറൊന്നുമില്ല, എൻ്റെ ചാനലിൽ ഞാൻ ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂ പറയണം. സാധാരണ എപ്പോഴും നമ്മൾ സിനിമ കാണാൻ പോയി, തിയേറ്ററിൽ കാണാൻ പോയി അങ്ങനെ വ്ളോഗ് എടുത്ത് ഒരു സിനിമ റിവ്യൂ ആണ് എപ്പോഴും പറയുന്നത്. ഞാനിന്നൊരു ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. നാരായണൻ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഞാൻ പ്രത്യേകിച്ച് ഈ ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത്. ഫാത്തിമ എന്ന് പേരുള്ള എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത്. അവളുടെ ഒരു ഫ്രണ്ട്, അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ഈ ഷോർട്ട് ഫിലിം ചെയ്തത്. കോളേജിൽ എന്തോ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ ചേട്ടന്മാർ കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അവർ ചെയ്തതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് അപ്പം അവൾ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂ ഇട്ടിട്ടില്ല. ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ കണ്ടിട്ടുണ്ട്. കാര്യം നമ്മൾ ഈ സിനിമ കണ്ടിട്ട് അന്നത്തെ ദിവസം റിവ്യൂ ഇടുന്ന പോലെയല്ല. ഷോർട്ട് ഫിലിം എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. അപ്പോൾ തന്നെ നമ്മൾ റിവ്യൂ ഇടുന്നതെന്ന് പറഞ്ഞാൽ റിവ്യൂ ഇട്ടതിന് ശേഷം ആൾക്കാർക്ക് അത് കണ്ടിട്ട് കാണാൻ പോകണോ വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള സംഭവം. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് റിവ്യൂയിലോട്ട് നടക്കാം. നാരായണൻ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്തിനാണ് പറയുന്നത്, നല്ലപോലെ അത്യാവശ്യം ഞാൻ വിചാരിക്കാത്തൊരു രണ്ടൊന്ന് ട്വിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. S24 അൾട്ര, അതൊരു സാംസങ്ങിൻ്റെ S സീരീസിലുള്ള ഫോണിലാണ് അത് ഷൂട്ട് ചെയ്തത്. അത് ഞാൻ അറിഞ്ഞായിരുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം ക്വാളിറ്റി എന്നാലും ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല. പിന്നെ നൈറ്റ് കുറച്ച് കൂടുതലായിട്ട് കുറച്ചും ഡാർക്കായിട്ട് തോന്നുമെങ്കിലും തെയ്യമായിട്ട് ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ചിന്തിക്കാത്തുള്ളത് ഒറിജിനലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പോൾ പറയണത് സ്പോയിലർ എന്ന് കൊടുത്തേക്കാം. സ്പോയിലറാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി പറയാൻ പോണ സ്പോയിലറാണ്, വേറെ ഒന്നുമില്ല. സ്പോയിലറാണ്, എനിക്ക് ഉറപ്പില്ല. വേറെ ഒന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ തെയ്യവും ടൈം ട്രാവലും തമ്മിൽ ഒരു കണക്ട് ചെയ്ത്, അത് കിട്ടില്ല സാധനം എന്ന് പറഞ്ഞാൽ തെയ്യവും ടൈം ട്രാവലും തമ്മിൽ കണക്ട് ചെയ്തിട്ട് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സാധാ ഷോർട്ട് ഫിലിം വരെ പോയിട്ടൊരു സിനിമ ലെവലിൽ എ ഐ വെച്ചൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എനിക്ക് ആ ഫ്ലാഷ് ബാക്ക് കിടിലായിട്ട് വർക്കായി. AI ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ഇത്രയും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. AI വെച്ചാണെങ്കിലും നല്ല എഫേർട്ട് ഇട്ട് അത് ചെയ്തിട്ടുണ്ട്. അതും കിടിലും. എഡിറ്റിംഗ് കൊള്ളാം. ഞാൻ ജസ്റ്റ് അവരുടെ എല്ലാവരും പേര് വായിക്കാം കേസ്. നാരായണൻ, ഡയറക്റ്റഡ് ബൈ അർജുൻ ലാൽ കെ രാധാകൃഷ്ണൻ. അർജുൻ ലാൽ കെ ആ ചേട്ടനാണ് ഡയറക്ടർ. സ്ക്രിപ്റ്റ് ആ ചേട്ടൻ തന്നെ. ആ ചേട്ടൻ പിന്നെ ഒരു സാഹിദ് സുനിൽ. പിന്നെ പ്രൊഡ്യൂസ്ഡ് ബൈ AJ ഡിസൈൻസ് ആൻഡ് പോസ്റ്റർ ഒറിജിനൽസ്. സിനിമാറ്റോഗ്രാഫി അഭിനന്ദ് രാജ്, അരുൺലാൽ കെ. അത് ഒന്നും തന്നെ, സോറി. പിന്നെ ആർട്ട് ഡയറക്ടർ, കോസ്റ്റ്യൂം സാഹിൽ സുനിൽ. കോസ്റ്റ്യൂം വേറെ അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള ഒന്നുമില്ലല്ലോ. തെയ്യത്തിൻ്റെ ആ കോസ്റ്റ്യൂം കൊള്ളായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ തെയ്യം. ഒരുപാട് തെയ്യത്തിൻ്റെ റിലേറ്റ് ചെയ്ത ഒരു കിടിലം ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്തായാലും ഇപ്പോൾ കുറച്ചാളുകൊണ്ട് വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് ഇതെന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്യുന്നത്. പിന്നെ കാസ്റ്റ് സാഹിദ് സുനിൽ, വൈഷ്ണു സുരേഷ്, അരുൺലാൽ കെ രാധാകൃഷ്ണൻ. അത് തന്നെ വീണ്ടും വായിക്കണം. ദേവിക മോഹൻ. സ്പെഷ്യൽ കാസ്റ്റ് ഡബ്ബിങ്. എനിക്ക് കുറച്ച് നെഗറ്റീവുകൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, അവർക്ക് എല്ലാവർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. S24 അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. നൈറ്റിലായതുകൊണ്ട് കുറച്ച് ഈ ക്ലാരിറ്റിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് തോന്നിയില്ല. എന്നാലും ഡബ്ബിങ്ങിൽ എവിടെ വരുന്നൊരു ഡബ്ബിങ്ങിൽ എനിക്ക് ചെറുതായിട്ടൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നി. അതായത് നമ്മൾ സിനിമയിലൊക്കെ സംസാരിക്കണ പോലത്തെ അത്രയും ഒരു രീതിയിലല്ല. അതൊരു ആരും അത്ര പ്രൊഫഷണൽ ആക്ടേഴ്സ് ഒന്നുമല്ല. ജസ്റ്റ് എനിക്കിതിനെക്കുറിച്ച് പറയാമെന്നുണ്ടോ, ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. എല്ലാം എന്തായാലും കിടിലം സമയമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ അരുൺലാൽ കെ രാധാകൃഷ്ണൻ അതാണെന്ന് തോന്നുന്നു, ഫാത്തിമയുടെ ഫ്രണ്ട്. അപ്പോൾ ആ ചേട്ടൻ വീഡിയോ ചിലപ്പോൾ കാണുമായിരിക്കും. ചേട്ടാ, കിടില കിടില ഷോർട്ട് ഫിലിം എനിക്ക് ഇഷ്ടപ്പെട്ട്. ചെറിയ നമുക്കുള്ള ലിമിറ്റേഷൻ എനിക്കറിയാം. എടുക്കണതിനൊക്കെ ഉള്ള പാടും കഷ്ടപ്പാടും പൈസ ചിലവും. ഇതിന് വലിയ ചിലവൊന്നും തോന്നില്ല. കുറച്ച് ചെറിയ കാശുണ്ട്, 4-5 പേരിന് അകത്തേ ഉള്ളൂ. പിന്നെ AI വെച്ചുള്ളത് കിട്ടില്ല സാറേ, ഇഷ്ടപ്പെട്ട്. എഡിറ്റിംഗ് കൊള്ളാം, ക്യാമറമാൻ കൊള്ളാം. പിന്നെ എനിക്കൊരു സജഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും നിങ്ങളെക്കാളും വലിയൊരാളൊന്നും അല്ല ഇത് സജഷൻ ചെയ്യാനായിട്ട്. എന്നാലും എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ചെറുതായിട്ട് ഈ ചില സ്ഥലങ്ങളിൽ BGM എല്ലാം കിട്ടുന്നുണ്ട്. BGM എല്ലാം എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ കോപ്പിറൈറ്റഡ് ആണ്. അത് വെളിയിൽ നിന്ന് എടുത്തിരിക്കണ, അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കണല്ലേ. വെളിയിൽ നിന്ന് ബ്രഹ്മയുഗത്തിൽ നിന്നൊക്കെ എടുത്തിരിക്കണ ഏതോ BGM ഒക്കെ ഉണ്ട്. ബ്രഹ്മയുഗല്ലേ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കിയാണ്. അപ്പം അങ്ങനെയുള്ള 2-3 BGMകളൊക്കെ ഉള്ളതെല്ലാം കിടിലാണ്. അത് കറക്റ്റ് മാച്ചിങ് ആണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഭയങ്കര ബ്ലാങ്ക് ആയി പോയാലും എനിക്ക് തോന്നി. എനിക്കങ്ങനെ പേഴ്സണലി തോന്നി. നിങ്ങളെല്ലാവരും ഷോർട്ട് ഫിലിം കണ്ടു വെക്കുക ഗൈസ്. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഗൈസ് ഇത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്.
ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം. ഇത് കാണുന്ന മാക്സിമം എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. ഒരു 27 മിനിറ്റ് കണ്ടേ ഉള്ളൂ, അത്യാവശ്യം അത്ര ലെങ്തി ഒന്നുമല്ല. എനിക്കങ്ങനെ ലാഗും ഫീൽ ചെയ്തില്ല. ഞാൻ ഈ അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നൊരു ക്യൂരിയോസിറ്റിയിൽ അത്യാവശ്യം 2-3 ടെസ്റ്റുകൾ, പ്രോ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ക്യാരക്ടേഴ്സ് എല്ലാം കൊള്ളാം. ആരും പ്രൊഫഷണൽ ആക്ടേഴ്സൊന്നുമല്ല, നമ്മളെ സാധാരണ ഉള്ള ആൾക്കാരാണ്. എന്നാലും അവർ മാക്സിമം അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. കിടിലായിട്ട് ലൈറ്റിങ്ങും സെറ്റപ്പും. ക്യാമറമാൻ എനിക്ക് ചില ആംഗിളുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ കള്ള് കുടിക്കുന്നൊരു സീനൊക്കെ ഉണ്ട് അപ്പോഴത്തുള്ളത്. പിന്നെ ഫൈറ്റിംഗ് സീന്, നമ്മളൊരു കാന്താര ഫീൽ തോന്നും നമുക്ക്. എല്ലാം കൊണ്ടും കിടിലാണ് ഗൈസ്, നിങ്ങൾ പോയി കാണുക. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, ജസ്റ്റ് അവൾ പറഞ്ഞ്, അപ്പം എൻ്റെ ഫ്രണ്ട് ഫാത്തിമ പറഞ്ഞു, അപ്പോൾ ജസ്റ്റ് കണ്ടു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ റിവ്യൂ പറയുന്നതാണ്. പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല. എനിക്ക് ആ ചേട്ടന് ഡയറക്റ്റ് അറിയത്തോലും ഇല്ല, പക്ഷേ പേര് ഞാൻ വീണ്ടും പറഞ്ഞു, സോറി ഒന്നുകൊണ്ട് നോക്കട്ടെ. അർജുൻ ലാൽ കെ രാധാകൃഷ്ണൻ, അർജുൻ ലാൽ ചേട്ടനാണെന്ന് തോന്നുന്നു അവളെ ഫ്രണ്ട്. അപ്പം കിടില സിനിമ കേട്ടാ, സോറി എപ്പോൾ ഷോർട്ട് ഫിലിം, കിടില ഷോർട്ട് ഫിലിം. ഇനി ഇങ്ങനത്തെ നല്ല നല്ല സാധനം എടുക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.